1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. പെരുമ്പളം നിവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി വെറും നിമിഷങ്ങൾ മാത്രം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11 മണിക്ക് പാലം ഉദ്ഘാടനം ചെയ്യുകയാണ്. CPI-യുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ഈ പരിപാടിക്ക് എത്തിച്ചേരുമോ എന്നത് എല്ലാവരിലും ആകാംക്ഷ ഉണർത്തുന്നുണ്ട്. പാലം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് നാട്ടുകാർ. നമുക്ക് നാട്ടുകാരുടെ ആ പ്രതികരണം ഒന്ന് കാണാം. നാളുകൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പഞ്ചായത്തായിരുന്നു, മറ്റതിൽ ഭാഗം പഞ്ചായത്തായിരുന്നു അരുക്കുറ്റിയും പെരുമ്പളവും ചേർന്ന്. അതിനുശേഷം വിഭജിച്ചാണ് പെരുമ്പളവും അരുക്കുറ്റി പഞ്ചായത്തുകളായത്. അതിനുശേഷം ഇന്ന് ഞങ്ങൾ ഒരുമിക്കുകയാണ്. എല്ലാം ഉണ്ടായി, എങ്കിലും ഈ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒന്ന് അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതേപോലെ അവരൊന്ന് ഇപ്പുറത്തേക്ക് വരിക, അതൊന്ന് നടന്നു കിട്ടി. ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക് വളരെ സുഖകരമായിരിക്കും. എല്ലാവരോടും നമുക്ക് നന്ദിയുണ്ട്. ഞങ്ങൾ ശരിക്കും അരൂക്കുറ്റിയുടെ ഭാഗമാണല്ലോ. ഇന്ന് ശരിക്കും വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ്. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അവരുടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് രാത്രി കാലങ്ങളിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഞ്ചിനെ അവരെ ആശ്രയിക്കേണ്ടി വരും. അതൊരു വർഷകാലമൊക്കെ ആയി കഴിയുമ്പോൾ, ഈ മഴക്കാലം കോളും എല്ലാം വന്നു കഴിയുമ്പോൾ അവർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന് പറയുന്നത്. ഇന്ന് MLA ആയിരുന്നത് AM ആരിഫായിരുന്നു. അദ്ദേഹം ഈ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തൊരു പാലമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഇവിടെ കോൺട്രാക്ടർ ഇട്ടിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് എല്ലാവരും ഈ പാലം സ്വപ്നം കണ്ട ആളുകൾ ഉൾപ്പെടെ ഇത് ഇല്ലാതാകാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച സാധ്യമായതോടുകൂടി നമുക്ക് ഈ പാലം ഒരു യാഥാർത്ഥ്യമായി മാറി. ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന പെരുമ്പളം പാലത്ത് നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. പറയൂ വിഷ്ണു. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദ്ഘാടനം നടക്കാൻ പോകുന്ന അരൂക്കുറ്റി ഭാഗത്താണ്. അവിടെ നിന്നാണ് മുഖ്യമന്ത്രി നാട മുറിച്ച് ഈ പെരുമ്പളം പാലത്തിലൂടെ യാത്ര ചെയ്ത് പെരുമ്പളം ദ്വീപിലേക്ക് എത്തുന്നത്. നിലവിൽ ഇവിടെ ഒരു KSRTC ബസ് അടക്കം തയ്യാറായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പെരുമ്പളം ദ്വീപ് എന്നാണ് ആ KSRTC ബസ്സിൽ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ഏറെ നാളായി അവർ ആഗ്രഹിക്കുന്നതാണ് ഇത്തരത്തിലൊരു ബസ് ഈ പാലത്തിലൂടെ കടന്ന് ദ്വീപിലേക്ക് എത്തണം. അത് ദ്വീപ് നിവാസികളുടെ ഏറെ നാളായുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. നമുക്ക് ഈ ബസ്സിലൊന്ന് കയറി നോക്കാമെന്ന് തോന്നുന്നു. കാരണം അവരെല്ലാവരും ഈ ദ്വീപ് നിവാസികളാണ്, ഈ ബസ്സിലുള്ള ആളുകളൊക്കെ. ഇതാണ് പെരുമ്പളത്തേക്ക് പോകുന്ന ബസ്സാണിത്. ചേട്ടാ, വലിയ സന്തോഷം ആണല്ലേ? ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു പാലം വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു ചെറിയ സ്വപ്നമൊന്നുമല്ല, വളരെയേറെ അതാണ്. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഈ പെരുമ്പളം ദ്വീപ്. നിങ്ങൾ ദ്വീപിലുള്ള ആൾക്കാരാണോ? അല്ല, ഇപ്പറല്ല, ഇവിടെയുള്ളതാണ്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് ജന്മത്ത് പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ നല്ല സുഖം, സന്തോഷം. കുറേ നാളായിട്ടുള്ള കാത്തിരിപ്പാണ്. ചേച്ചി, അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ പാലത്തിൽ കൂടി? വലിയ സന്തോഷം. അവിടെയുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഈ വെള്ളത്തിലാണ് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. ഇവിടെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. ഒരുപാട് ആളുകളുണ്ട് ഈ ദ്വീപിൽ നിന്ന്, അതായത് അരൂക്കുറ്റിയിൽ നിന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ്. ചേട്ടാ, വലിയ സന്തോഷമാണല്ലേ? നിങ്ങളെ സംബന്ധിച്ചൊരു സ്വപ്ന സാക്ഷാ? സന്തോഷം, സന്തോഷം, ഭയങ്കര സന്തോഷം. എൻ്റെ വീട് ചന്ദ്രൂരിൽ കാണാൻ വേണ്ടി വന്നതാ. എന്താണ് ചേട്ടാ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ ഒരു പാല യാഥാർത്ഥ്യമായിരിക്കാം. 2019 കല്ലിട്ട പാലമാണ്. വളരെ പോലെ സന്തോഷമല്ലേ? ഇതുപോലൊരു പരിപാടി നടത്തുന്നുണ്ട് ലോകത്തുണ്ട്. ആ ചരിത്രത്തിൽ ആദ്യമാണ്. പിണറായി സർക്കാർ ഇനിയും കയറണം ഇതുപോലുള്ള പരിപാടി കാണണമെങ്കിൽ. അതാണ് എൻ്റെ ആഗ്രഹം. ചേട്ടാ, ഇത് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ കല്ലിട്ടപ്പോ? ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോ മാറി. ഈ ഗവൺമെന്റ് തന്നെ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് തന്നെ പ്രചരണം നടത്തും. അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല എന്ന് ബോധ്യപ്പെട്ടു എനിക്ക്. അതുകൊണ്ട് ഞാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. നടക്കും, യാഥാർത്ഥ്യമുണ്ട്, നടക്കുമെന്ന് ഉറപ്പായിരുന്നു. കാര്യങ്ങൾ വരയ്ക്കുന്നത് പിണറായി സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം പാലം വരുമെന്ന് ഉറപ്പാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു പാലം വരുമെന്ന്. അത് യാഥാർത്ഥ്യമായി. ഇനിയിപ്പോൾ ഈ ബസ് ഈ അരൂക്കുറ്റിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പെരുമ്പളത്തേക്ക് പോകേണ്ടത് ദൂരം സമയം മാത്രമാണുള്ളത്. 11 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. പൊതുമരാമത്ത് മന്ത്രി, ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ്, സജീദ് ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമാവും. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്, അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു പാലമാണ് ഈ പെരുമ്പളം പാലം. ഓക്കെ, വിഷ്ണു സുരേഷാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പെരുമ്പളം പാലത്ത് നിന്നും
തത്സമയം ചേർന്നത്. എന്തായാലും ഒരു ദ്വീപിലെ 15,000-ത്തോളം നിവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ. 24ഉം നിങ്ങളുടെ ദ്വീപിനൊപ്പം ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.